ഒരു ബജറ്റൊക്കെ വരുമ്പോഴേ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് സാധന സാമഗ്രികളുടെ വിലയൊക്കെ കുറയോ എന്നുള്ളതാണ് അല്ലേ. അടുത്ത കേന്ദ്ര ബജറ്റ് വരാൻ ഒരുങ്ങുമ്പോൾ എന്തിനൊക്കെ വില കുറയുമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. വൈറ്റ് ടോക്കിൽ അത് അന്വേഷിക്കുകയാണ് നമ്മുടെ സിയാ സൂസൻ സാമും സരിക സജി. ഇപ്പൊ എന്നാ വിലയാണ്. അതിപ്പോ അടുത്ത കേന്ദ്ര ബജറ്റ് വരുമ്പോഴേക്കും ഇതിനൊക്കെ ഒരു വ്യത്യാസം വരുമല്ലോ. അങ്ങനെയാണ് ഇത്തവണത്തെ ബജറ്റിൽ നീ ഏറ്റവും കൂടുതൽ വില കുറയണമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തിന്? എന്റെ കാര്യമല്ല, നമുക്ക് പബ്ലിക്കിന്റെ അടുത്ത് ചോദിക്കാം. അങ്ങനെയാണ് ഇന്നത്തെ വൈറ്റ് ടോക്കിന്റെ ചോദ്യം. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ നിങ്ങൾ വില കുറയണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിന്? ഞാൻ പോകുന്നു. ബൈ ബൈ. ജിമ്മനാന്ന് തോന്നുന്നു. അല്ല, ജിമ്മനായി വന്നെ. ഒത്തില്ല. പേരെന്താ? ജോളി. ജോണി. ജോളി. ജോണി. ജോളി. ജോളി. ഒന്നും നടക്കൂല. ഞാനും കച്ചവടക്കാരൻ, അതുകൊണ്ട് പറഞ്ഞു. ചേട്ടാ, എന്തോ പേര്? മാത്യു. മാത്യു. കൊച്ചുമോനാണോ? ആ, എന്നും വരുമോ ഇവിടെ? ഇടക്കിടക്ക് വരും. കൊച്ചുമോനെ കൊണ്ട് വരും. അവന് ഇങ്ങനെയൊക്കെ കാണുന്ന വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അവൻ നിലത്തൊക്കെ കിടന്ന് ഉള്ള ചെടിയൊക്കെ പറിക്കണ പരിപാടി. അതുകൊണ്ട് ഇപ്പൊ ചോദ്യം ചോദിച്ചോട്ടെ. നമ്മൾ ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് വരാനിരിക്കുവാണല്ലോ. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ വില കുറയണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ടി വിക്ക് വില പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട കുറേ ആൾക്കാരൊക്കെ ഇത്തിരി വലിയ ടി വി. എനിക്ക് കണ്ണിന് ഇത്തിരി കുഴപ്പമുണ്ട്. ഈ 32 ടി വി വെച്ചിട്ട് ചില ഇടത്തേക്കൊന്നും കാണാൻ വായിക്കാൻ പറ്റാൻ ബുദ്ധിമുട്ട്. പൈസ 70,000. സ്വർണത്തിനും പിന്നെ ഫ്യൂവലിനും. അതാണോ? അതല്ല, സ്വർണ്ണം ഇപ്പൊ പെൺകുട്ടികളുടെ കാര്യം ഇത്തിരി കഷ്ടമാണല്ലോ. അത് പിന്നെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിത്യോപയോഗം ആണല്ലോ. ഇപ്പൊ നമ്മുടെ സാധാരണക്കാരുടെ ഭക്ഷണമായ അരി, പച്ചക്കറി സാധനങ്ങളൊക്കെ എല്ലാത്തിനും വില പറഞ്ഞാൽ സാധാരണക്കാരി വളരെ ഉപകാരമായി. നിത്യോപകരണ സാധനത്തിന് വില കുറയണമെന്നാണ് ആഗ്രഹം. പൂർ പീപ്പിളും ജീവിക്കാൻ പറ്റണം. അവർക്കായിരിക്കണം ബഡ്ജറ്റ്. പൂർ ബഡ്ജറ്റ് ആയിരിക്കണം. ഏറ്റവും കൂടുതൽ വേണ്ടത് പെട്രോളും ഗ്യാസുമാണ്. പൊട്ടാസ്, പൂക്കുറ്റി, കമ്പിത്തിരി, മത്താപ്പു, റോക്കറ്റ്, ചെമ്പൂത്തിരി, ഗബ്രിയേലിന്റെ ദർശനം സാവല്യമായി. സ്വർണത്തിനാണ് ആണോ? വില കുറയുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ ആഗ്രഹം ഞങ്ങൾക്കൊക്കെ ഇപ്പൊ മക്കളാണ്. ട്രെയിൻ സർവീസ് ഇപ്പൊ എല്ലാത്തിനും കൂട്ടിയുണ്ട്. ഇപ്പൊ ട്രെയിൻ സർവീസിന് ഇപ്പൊ നമുക്ക് വന്ദേ ഭാരതൊക്കെ സാധാരണക്കാരന്റെ വണ്ടിയല്ല. കുടുംബ ബഡ്ജറ്റിൽപ്പെട്ട എല്ലാ സാധനങ്ങൾക്കും വില കുറയണം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അങ്ങനെ ഇവര് പിന്നെ നല്ലൊരു പ്രഖ്യാപനം നടത്തിയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവർക്ക് തന്നെ വോട്ട് ചെയ്യും. വില കൂടിയുള്ള കാര്യം എന്താന്നാ, നമ്മളൊക്കെ ഒന്നും മേടിക്കാൻ പാടില്ല. ഇപ്പൊ വില കൂടിയാലും കൂടിയില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ എല്ലാം കണക്ക് തന്നെ. അപ്പൊ അത് കൂടണ നല്ലത്. മേടിക്കണവർക്ക് കുറെ കാശ് മുടക്കി മേടിക്കട്ടെ. പുഞ്ചയിലെ കൊച്ചു പെണ്ണെ തൊഴിലാളെ കൊട്ടു വേണം, കുഴ വേണം, കുഴവ വേണം. ഓ ആളുകളുടെ പ്രതികരണം അനുസരിച്ച് വിലക്കയറ്റം ഉണ്ട്. അതുകൊണ്ടാണല്ലോ നിത്യോപയോഗ സാധനങ്ങളുടെയും സ്വർണത്തിന്റെയും പെട്രോളിന്റെയും ഒക്കെ വില കുറയണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ബഡ്ജറ്റ് വരട്ടെ. ഈ പറഞ്ഞ സാധനങ്ങളുടെ വില കുറയാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്നത്തെ വൈറ്റ് ടോക്ക് കൂടെ പൂർണ്ണമാവുകയാണ്. സൈനിങ് ഓഫ്, സിയാ സൂസൻ, സരിക സജി. ബൈ ബൈ.